ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. 250 രൂപക്കാണ് കേട്ടോ. 30-ൽ പരം സാധനങ്ങൾ എനിക്ക് കിട്ടിയത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല പ്രൊഡക്റ്റ് തന്നെയായിരുന്നു കേട്ടോ. തുടക്കക്കാർക്കും ഇപ്പോൾ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലൊക്കെ യൂസ്ഫുൾ ആകുന്ന ഒരു കിറ്റാണിട്ടത്. അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. 250 രൂപക്ക് 30-ലധികം സാധനങ്ങൾ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതൊരു ഓഫറായിട്ട് തന്നെയാട്ടോ എനിക്ക് തോന്നിയത്. ഇനി നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു എംബ്രോയ്ഡറി റിങ് നോക്കാം കേട്ടോ. 7 ഇഞ്ച് വിടുത്ത് വരുന്നൊരു എംബ്രോയ്ഡറി റിങ് ആണ് ഇട്ടത്. അത്യാവശ്യം നല്ല ഒരു എംബ്രോയ്ഡറി റിങ് ആയിട്ട് തന്നെയാട്ടോ എനിക്ക് തോന്നിയത്. കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി തന്നെയാണ്. പിന്നെ വരുന്നത് ആരി നീഡിലാണ് കേട്ടോ. 4 വിധം ആരി നീഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതാണ് കേട്ടോ ശരിക്കും എനിക്ക് യൂസ്ഫുള്ളായത്. ഞാൻ കുറേ ആയിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ആരി നീഡിലായിരുന്നു കേട്ടോ ഇത്. നമുക്ക് ഷുഗർ ബീഡ്സൊക്കെ എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ്ഫുള്ളാകുന്ന നീഡിലൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ത്രെഡറാണ് കേട്ടോ ഇത്. ത്രെഡറും തന്നെ അത്യാവശ്യം നല്ല തുരുമ്പൊന്നും പിടിക്കാത്ത നല്ലൊരു ത്രെഡറായിരുന്നു കേട്ടോ. പിന്നെ വന്നിട്ടുള്ളതാണ് നീഡിൽ, അതായത് നമ്മുടെ സാധാരണ സൂചി. ഇതും പല വലുപ്പത്തിലുള്ള ഒരു 10 വീതം സൂചികളാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് ആരി ത്രെഡായിരുന്നു കേട്ടോ. ഗോൾഡൻ കളറിൽ വരുന്ന ഒരു ആരി ത്രെഡാണ് കേട്ടോ ഇത്. ഇതിൻ്റെ സിൽവറും കോപ്പർ കളറെല്ലാം നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഇത് ഗോൾഡൻ കളറായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ ത്രെഡായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എംബ്രോയ്ഡറി, അതായത് ഷുഗർ ബീഡ്സ്, കട്ട് ബീഡ്സ്, സ്വീക്വൻസ് അങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ ഇവയെല്ലാം തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. പിന്നെ വരുന്നതാണ് 5 വിധത്തിലുള്ള സ്വീക്വൻസ് ആണ് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് സിൽവർ കളറ്, ഗോൾഡൻ കളറ്, അതുപോലെ തന്നെ ഗ്രീന്, റെഡ്, സ്കൈ ബ്ലൂ. ഇതും തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഒക്കെ ഉണ്ടായിട്ടുള്ളൊരു പാക്ക് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ വരുന്നത് ഹോൾ ബീഡ്സ് ആണ് കേട്ടോ. അതും തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള മാതിരി എനിക്ക് തോന്നി കേട്ടോ. പിന്നെ വരുന്നത് മിററാണ് കേട്ടോ. 3 ടൈപ്പ് മിററാണ് വരുന്നത്. ഒന്ന് സിൽവർ നമ്മൾ സാധാരണ ഉള്ളത്, പിന്നെ ഒന്ന് ഗോൾഡൻ കളറും. അങ്ങനെ ഈ ഒരു 3 വിധം മിററാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ വരുന്നത് കട്ട് ബീഡ്സ് ആണ് കേട്ടോ. അതും ഒരു 5 പാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ കട്ട് ബീഡ്സ്. അതും തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള കട്ട് ബീഡ്സ് ആയിട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. പിന്നെ വരുന്നത് നമ്മുടെ കുഞ്ഞു കട്ട് ബീഡ്സ് ആണ് കേട്ടോ. മറ്റേത് അത്യാവശ്യം വലിയ കട്ട് ബീഡ്സ് ആയിരുന്നു, ഇത് കുഞ്ഞു കട്ട് ബീഡ്സ് ആയിരുന്നു കേട്ടോ. ഇതും തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ നമ്മൾ ഇത് ഗ്ലൂ വെച്ചുകൊണ്ട് ഒട്ടിക്കാൻ പറ്റുന്ന സ്റ്റോൺ ഉണ്ടല്ലോ, അതായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ ഇത് ഷുഗർ ബീഡ്സ്. അപ്പോൾ ഇത്രയധികം സാധനങ്ങളാണ് കേട്ടോ നമുക്ക് ഈ ഒരു പാക്കറ്റിൽ ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഒക്കെ ഉള്ള നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയായിരുന്നു കേട്ടോ ഇത്. 250 രൂപക്ക് നമുക്ക് എന്തായാലും എന്താ ലാഭമുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ മീഷോയിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ ഇതുപോലത്തെയുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങി യൂസ് ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ 250 രൂപക്ക് ഇത്രയ്ക്കധികം സാധനങ്ങൾ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്കും നല്ല എന്താ പറയുക, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.